ഞങ്ങളിന്ന് ഒരിടം വരെ പോവാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആണേ. കാരണം ഞങ്ങൾ കുഞ്ഞിൻ്റെ മോളുടെ പുതിയൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര വെയിലായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞാണ് മനസ്സിലായത് പോവേണ്ടിയിരുന്നില്ലെന്ന്. പക്ഷെ നമുക്ക് വൈകുന്നേരം ഒന്നും ഈ സ്കൂളിലെ അഡ്മിഷനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അതിന് നമ്മൾ കറക്റ്റ് ടൈമിൽ ചെന്നാലല്ലേ എല്ലാവരെയും കാണാൻ പറ്റൂ. അപ്പോൾ എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് സ്കൂളിൽ തിരക്കായിരിക്കുമോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. എന്നാലും നമ്മളങ്ങ് പോയി, രണ്ടും കൽപ്പിച്ച് കേട്ടോ. അപ്പോൾ 2, 3 സ്കൂളൊക്കെ നോക്കി. ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ എൻ്റെ മെയിൻ ചാനലിലിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ഒരു സ്കൂൾ നോക്കിയെന്ന്. അപ്പോൾ ഇതിലും നല്ലതാണിതെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോയതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ തന്നെയാണ് ഫിക്സ് ചെയ്തത്. കാരണം എനിക്ക് അവർ പറഞ്ഞ നമ്മളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് അവർക്കായിരുന്നു മാർക്ക് കിട്ടിയത് കേട്ടോ. അതിനിടയിൽ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുകയൊക്കെ ചെയ്തു. അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലെത്തി കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി എല്ലാ കാര്യങ്ങളും തിരക്കി ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചെറുതായിട്ട് വിശപ്പൊക്കെ അടിച്ച പോലെ തോന്നി കേട്ടോ. അവർക്കിഷ്ടം ചിക്കിങ് ആയതുകൊണ്ട് നട്ടുച്ചയ്ക്ക് ചിക്കിങ്ങിൽ കയറി. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഉച്ച സമയത്ത് ചിക്കിങ്ങിൽ കയറുന്നത്. പിന്നെ അവിടെ കയറി എന്തൊക്കെയോ കുറച്ചൊക്കെ കഴിച്ചു. എനിക്കിവിടുത്തെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം റാപ്പാണ്. ക്രഞ്ചി റാപ്പ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉച്ച സമയത്ത് കഴിച്ചത് കൊണ്ടായിരിക്കും അതിനൊരു ടേസ്റ്റൊന്നും തോന്നിയില്ല. ഈ കഴിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ തീർന്നിരിക്കുക. അവധിയാണല്ലോ, കയറി ഇറങ്ങിയൊക്കെ പിള്ളേർ കഴിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ തീർന്നിട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി വ്യാഴാഴ്ച മോൾക്ക് എക്സാമുണ്ട്. അത് കഴിഞ്ഞ് വീടിൻ്റെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. നല്ല വെയിലാണ് കേട്ടോ ഈ സമയത്തൊക്കെ. ഞാൻ നേരെ കട്ടിലിൽ കയറി കിടക്കുകയാണ് ചെയ്തത്. കാരണം അത്രയ്ക്ക് ക്ഷീണിച്ചു പോയായിരുന്നു കേട്ടോ.